पूरे केरल की हजारों आशा कार्यकर्ता बीते एक महीने से ज्यादा समय से तिरुवनंतपुरम में विरोध प्रदर्शन कर रही हैं। सोमवार को उन्होंने राज्य सचिवालय का घेराव करके अपने आंदोलन को रफ्तार दी। आशा कार्यकर्ता रिटायरमेंट के बाद मिलने वाले लाभों और अपने मानदेय में बढ़ोतरी की मांग को लेकर विरोध प्रदर्शन कर रही हैं। एक प्रदर्शनकारी आशा कार्यकर्ता ने कहा कि सरकार को यह उम्मीद नहीं करनी चाहिए कि दशकों तक सेवा देने के बाद आशा कार्यकर्ता बिना किसी लाभ के रिटायर हो जाएंगी। 18 വർഷമായിട്ട് നമ്മൾ ഇതിൽ ചെയ്യാണ്, ജോലി ചെയ്യാണ്. എനിക്കാണെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞ് 61 വയസ്സാകുമ്പോഴാണ് ഞാനിനി ഈ ആശാപ്രവർത്തനത്തിന് വരുന്നതിന് മുമ്പേ നമ്മൾ അവിടെ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിച്ചവരാണ്. നമ്മളുടെ സേവനം കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് തിരഞ്ഞെടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ വെറും കൈയോടെ ഇവിടെ ഇറങ്ങി പോകണമെന്നാണ് പറയുന്നത്. सोमवार को आंदोलनकारियों ने शहर के बीचों बीच सचिवालय के कई गेटों को बंद करके घेराव किया। प्रदर्शन स्थल तक मार्च करने के बाद वे राज्य के प्रशासनिक केंद्र की ओर बढ़ीं और रोके जाने पर बीच सड़क पर बैठ गईं और नारेबाजी शुरू कर दी। पुलिस ने प्रदर्शनकारियों को रोकने के लिए कैंपस में बैरिकेड्स लगा दिए थे। प्रदर्शनकारी आशा कार्यकर्ताओं ने कहा कि जब तक सरकार उनकी मांगे नहीं मान लेती तब तक आंदोलन खत्म नहीं होगा। ഈ ഉപരോധം നടത്താൻ നമ്മൾ നിർബന്ധിതമായതാണ്. നമ്മൾ സമരം തുടങ്ങുമ്പോൾ ഈ രീതിയിൽ നീണ്ടുപോകുമെന്ന് ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. കാരണം കേരളത്തിലെ ഏറ്റവും കടുത്ത ചൂഷണത്തിന് വിധേയമാവുന്ന 26,000-ലേറെ വരുന്ന സ്ത്രീ തൊഴിലാളികൾ അവരുടെ ഏറ്റവും ന്യായമായ ഒരു ആവശ്യം ഇടത് ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഒരു ഗവൺമെന്റിനെ മുമ്പാകെ വെച്ചാൽ അത് വളരെ താമസിയാതെ പരിഹരിക്കപ്പെടും എന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതുണ്ടായില്ല. ഉണ്ടായില്ലെന്ന് മാത്രമല്ല, കേരളത്തിൽ ഒരു തൊഴിലാളി സമരത്തോട് ഇത്രയും ക്രൂരമായ രീതിയിൽ അവഗണന നടത്തിക്കൊണ്ട്, പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് തങ്ങളുടെ വളരെ കുയുക്തപരമായ ന്യായീകരണങ്ങൾ നടത്തിക്കൊണ്ട് ഗവൺമെന്റ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു തീരുമാനം അവർ പറയുന്നില്ല. കാര്യം ആശമാരുടെ ജീവിത സമരം തന്നെയാണ്. കാര്യം ഇതിൽ തന്നെ ഈ മുദ്രാവാക്യത്തിലുള്ള ജീവിത സമരവും തന്നെയാണ്. ആ ജീവിത സമരം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ തൊഴിൽ ചെയ്യുന്നതിനുള്ള വേതനം അമിതമായ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. നമുക്ക് 232 രൂപയിൽ നിന്നും ഞങ്ങൾക്ക് 700 രൂപയാക്കണമെന്ന് പറയും. 2016 അവരുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നാണ് ആശയ്ക്ക് 700 രൂപയാക്കുമെന്ന്. പക്ഷെ ഇനി 1 വർഷക്കാലമേ ഉള്ളൂ. അപ്പൊ ഘട്ടം ഘട്ടമായിട്ട് കുറേശ്ശെ കൂട്ടി പേരിന് വേണ്ടി കൂട്ടിയതാകാം. പക്ഷെ എന്നാലും ഞങ്ങൾ എന്തെല്ലാം സർവേകളാണ് ഞങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്. एलडीएफ सरकार का दावा है कि उसे 2023-24 के लिए राष्ट्रीय स्वास्थ्य मिशन यानी एनएचएम के तहत आशा सहित कई केंद्र सरकार की योजनाओं के भुगतान के लिए केंद्र सरकार से कोई फंड नहीं मिला है। കേന്ദ്ര സർക്കാർ കൂട്ടേണ്ടതെന്നുള്ളതല്ല, ഇവിടെ ആശാ വർക്കർമാരെ എംപ്ലോയ് ചെയ്തിരിക്കുന്ന സംസ്ഥാന സർക്കാർ കൂട്ടണം. അവർക്ക് ഫണ്ട് വരേണ്ടത് കേന്ദ്ര സർക്കാരിൽ നിന്നാണെങ്കിൽ അത് ആവശ്യപ്പെടേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാർ, ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റിനാണ്. ഇപ്പോഴും മുഖ്യമന്ത്രി പോയല്ലോ. മുഖ്യമന്ത്രി എന്തെല്ലാം ആവശ്യപ്പെടുന്നു? GSTയുടെ വിഹിതം കൂട്ടിത്തരണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ വിഴിഞ്ഞത്തിന് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തരണമെന്ന് പറയുന്നു. അങ്ങനെ എന്തെല്ലാം ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട്. ആ കൂടെ എന്തുകൊണ്ട് NHMന്റെ ഫണ്ട് കൂടുതൽ വേണം, ഇവിടെ ആശമാർക്ക് ഞങ്ങൾ കൂട്ടിക്കൊടുക്കാൻ പോകുമെന്ന് പറയുന്നില്ല. ഇന്നലെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞേ? മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങള് കേന്ദ്രം തരുവാണെങ്കിൽ കൊടുക്കാം. അങ്ങനെയല്ലല്ലോ, ഞങ്ങൾ ഇവിടെ കൂട്ടുന്നു, അതുകൊണ്ട് നിങ്ങളുടെ വിഹിതം നിങ്ങൾ തരണമെന്നല്ലേ പറയണ്ടേ? അങ്ങനെയല്ലേ ആവശ്യപ്പെടേണ്ടത്? അല്ലാതെ നിങ്ങൾ പോയി നേരെ വാങ്ങിച്ചോ, ഞങ്ങൾക്കല്ലല്ലോ കേന്ദ്ര സർക്കാർ ഫണ്ട് തരുന്നത്. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നതിനനുസരിച്ചാണ് ഫണ്ട് കൊടുക്കുന്നത്. NHMന്റെ ഫണ്ട് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അത് ചെലവഴിച്ച് കാണിക്കണം സംസ്ഥാന ഗവൺമെന്റ്. പിന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതമുണ്ട്, അത് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ വെറുതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. राज्य सरकार के आरोप पर केंद्र सरकार ने कहा है कि केरल सरकार का जितना भी फंड बनता था वो दे दिया गया है, लेकिन अभी तक केरल ने इस बात का कोई दस्तावेज नहीं सौंपा है कि उस फंड का इस्तेमाल कहां और कैसे किया गया है। केंद्र की तरफ से ये भी कहा गया है कि केरल सरकार की ओर से प्रमाण पत्र आने के बाद अपेक्षित राशि आशा कार्यकर्ताओं और राज्य को दे दी जाएगी।
केंद्रीय स्वास्थ्य मंत्री जेपी नड्डा ने संसद में यह भी घोषणा की थी कि एनएचएम के मिशन संचालन समूह ने आशा कार्यकर्ताओं के प्रोत्साहन भत्ते को बढ़ाने का फैसला किया है। गर्मियों की छुट्टी होने वाली थी, मेरे पापा आने वाले थे, तो हम लोग सभी खुश थे। तो मैं एक बेड पे चढ़ के डांस कर रहे थे, डांस कर रहा था, लेकिन वो पहले ही आ गए। फ्रीज। तो मैं उस समय तो कंटिन्यू नहीं कर सकता था ना, तो फ्रीज फ्रेम टाइप का हो गया। कसम पैदा कर